പ്രകൃതിദത്തമായ ഒന്നിനും നമ്മൾ മോടി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരറ്റകുറ്റപ്പണിയുടെയും ആവശ്യമില്ല. നമ്മുടെ കാടും മലകളും കടലും നദികളും എല്ലാം അതിന് പ്രകൃതിദത്തമായ സൗന്ദര്യമുണ്ട്. അതിന് മനുഷ്യരാണ് വൃത്തികേടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ശബരിമലയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സേവനമായിട്ട് വളരെ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അമ്മ ചെയ്ത ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാണിത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പരിസരം ശുദ്ധിയാക്കാൻ കാരണം അയ്യപ്പന്മാർക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം, ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും മറ്റു മൃഗങ്ങൾക്കും കൂടി അതിൻ്റെ ഫലം കിട്ടുന്നു.
മാതാ അമൃതാനന്ദമയി ദേവിയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്നത് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ തിന്നിട്ട് അവരൊക്കെ മുൻകൊല്ലങ്ങളിലൊക്കെ പല മൃഗങ്ങളും ചത്തതിൻ്റെയൊക്കെ ലിസ്റ്റ് നമ്മൾ പത്രവാർത്തകൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും അമ്മ ചെയ്ത് വലിയ ഇതാണ്. ഇത്ര വളരെ ആളുകൾ വോളണ്ടറി ആയിട്ട് ഈ പ്രവർത്തനത്തിന് വന്നപ്പോൾ അത്രയും പേരെങ്കിലും ഈ മനസ്സമാധാനവും പ്രകൃതി ആരാധന ചെയ്യണവരാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ? നമ്മൾ ഈ ലോകത്ത് കാണുന്നതല്ല നമുക്ക് ജീവിതം. ഇരുന്ന് വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായ ഒരു ജീവിതം വേണം. നമുക്കൊരു
ഒരു അന്തരീക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വോളണ്ടറിയായിട്ടാണ് വരണവരല്ലേ. ആരും കാശിന് പോയിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വരണവരല്ല. അമ്മ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ പുറകെ പുതിയ ഒരു ആരെങ്കിലും വരികയാണെങ്കിൽ അതൊക്കെ സ്വാഗതാർഹമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് ഇത്. പക്ഷേ ഇത് അയ്യപ്പന്മാരും കൂടി അയ്യപ്പന്മാരും കൂടി വിചാരിക്കണം, അവർ ഈ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു വേസ്റ്റുകളോ ഇവിടെ നിക്ഷേപിച്ച് പോകാതെ അവർ തിരിച്ച് നാട്ടിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കട്ടെ. അവിടെ ഉപേക്ഷിക്കാവുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, നമുക്ക് ഈ വേസ്റ്റ് സംസ്കരിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ചെയ്യട്ടെ. പൂങ്കാവനം വൃത്തിയായിട്ട് സൂക്ഷിക്കൽ കൂടി ഈ ഭക്തിയുടെ ഭാഗത്ത് തന്നെ നമ്മുടെ ഈ വ്രതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആദ്യമായിട്ട് വർഷങ്ങളോളം കിടക്കുന്ന വേസ്റ്റുകളാണ് ഇപ്പോൾ അമ്മയുടെ മക്കൾ ചെയ്തത്. രണ്ടും ഈശ്വര സേവ തന്നെയല്ലേ. മറ്റേത് നമ്മൾ വഴിപാടായിട്ട് വന്ന് ചെയ്യണം. ഇതും ഭഗവാൻ ചെയ്യുന്നൊരു സേവ തന്നെയാണ്, ഈശ്വര സേവയാണ്. അത് ഒട്ടും രണ്ടിനും ഫലം രണ്ടും തന്നെയാണ്. രാത്രി പന്നി കയറിയിട്ട് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ തൊട്ടുമില്ല, ഈ ശ്രീകോവിലിൻ്റെ തൊട്ട് പുറകു ഭാഗത്തായിട്ട് അവിടെ കാഷ്ടിച്ചിട്ടുണ്ട്. അന്ന് ഒരു 4:30 എണീറ്റ് എൻ്റെ ഇവിടുത്തെ ജപമൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ പ്രദർശനം വയ്ക്കാറുണ്ട്. അങ്ങനെ ചെന്നപ്പോൾ ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഞാനത് വഴി മാറിപ്പോയി. അത് കഴിഞ്ഞ് ഇവിടുത്തെ എൻ്റെ ശാന്തിമാരി ഒരു അസിസ്റ്റൻസൊക്കെ വന്നു, അവരും കണ്ട് മാറിപ്പോയി. ദേവസ്വം സ്റ്റാഫ്, ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് അല്ലെങ്കിൽ വാച്ചർമാർ, അവരൊക്കെ വന്നു. എല്ലാവരും ഇത് മാറി പ്രദർശനം വെച്ച് പോയി. നിങ്ങളുടെ കുറേ വണ്ടിയന്മാർ വന്നു, അവർ തൊഴുതോട്ടെന്ന് ചോദിച്ചു. തൊഴാൻ അനുവാദമുണ്ടല്ലോ. പ്രധാനടയിൽ വന്നു, അയ്യപ്പനടയിൽ വന്നു, ഗണപതിയുടെ അടയിൽ വന്നു. ഞാൻ അവിടെ നിന്ന് പരിഗണന. അപ്പോൾ ഞാനിത് കാണുന്നുണ്ട്, എന്താ അവിടെ നിന്ന് പരിഗണനയാണ്. അങ്ങനെ പോയി അവിടെ ചെന്ന് ചെറിയ ചിരട്ടപ്പൊട്ട് എടുത്തുകൊണ്ട് ഇതെടുക്കാൻ ശ്രമിക്കുന്നു. അത് അപ്പോൾ ഞാൻ ചോദിച്ചത് ക്ലീൻ ചെയ്തോട്ടെ. അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ലജ്ജ തോന്നിയത്. ഇത് കണ്ടിട്ട് ഞാൻ വഴിമാറി പോയേ ഉള്ളൂ. അപ്പം ഞാൻ കൂടി സഹായിച്ചു. ഒരു ബേസ്ബോൾ എടുത്തു കൊടുത്ത്, ഒരു ബ്രഷൊക്കെ എടുത്തു കൊടുത്ത് അദ്ദേഹത്തിന് എടുത്തു കൊടുത്ത് അദ്ദേഹം തന്നെ അത് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ എനിക്ക് തോന്നിയില്ല. അത് ഞാൻ വളരെ മേശാന്തിയായിട്ടും എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്കതൊരു പാഠമായി. ഞാൻ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ കണ്ടാൽ ഞാനേ ചെയ്യും. അപ്പോൾ ആ ഒരു ഇതാണ് അമ്മ നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മൾ പാലിക്കും. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്നദ്ധരായ ഭക്തർ ഇവിടെ നടത്തിയ ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായ ഒരു സംഭവമാണ്. സാധാരണഗതിയിൽ സ്ഥിരമായി ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്ന ഒരാളാണ്. സാധാരണ നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ മലിനസമായ ഒരു ശബരിമലയാണ് സാധാരണ നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്രാവശ്യം കണ്ടത് വളരെ വൃത്തി എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. താഴെ മുതൽ ഏകദേശം മരക്കൂട്ടം മുതൽ ഇവിടെ വരെ വളരെ വൃത്തിയായി ശുചീകരിച്ചിരിക്കുന്ന ഈ പ്രവർത്തനം എത്ര കണ്ട് പറഞ്ഞാലും ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് തന്നെ അമൃതാനന്ദമയി ഭക്തരെ ഓരോരുത്തരെയും ഞങ്ങൾ സത്യത്തിൽ അഭിനന്ദിച്ചിട്ടാണ് പോകുന്നത്. സ്ഥിരമായി അവിടെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ വളരെ മലിനസമായി കണ്ടുന്ന ശബരിമല ഇപ്പോൾ വളരെ മനോഹരമായി കിടക്കുക. ഇതിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് പരിശുദ്ധമാണ്. ഈ പരിശുദ്ധമായതിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനകത്ത് ദേവസ്വം ബോർഡായാലും ശരി, ഞങ്ങൾ പോലീസുകാരായാലും ഇവിടെ വരുന്നവരും ഓരോ അയ്യപ്പന്മാരും, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് ഇവിടുന്ന് കംപ്ലീറ്റ് ആയി വിമുക്തമാക്കുന്ന കാര്യത്തിൽ ഇപ്പം കംപ്ലീറ്റ് ആയി വിമുക്തമായി കിടക്കുകയാണ്. ഇനി പ്ലാസ്റ്റിക് ഇവിടെ ഉപയോഗിക്കത്തില്ല എന്നൊരു കുറച്ച് തീരുമാനം നമ്മൾ എടുക്കണം. അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. തുടർന്നും അമൃതാനന്ദമയി ഭക്തരുടെ ഇത്തരം സേവനങ്ങളോട് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങൾ വളരെ മനോഹരമാണ്. അത് ഇനിയും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ വീട്ടിൽ വേറൊരാൾ വന്ന് വൃത്തിയാക്കേണ്ടതല്ല, നമ്മൾ തന്നെയാണ് വൃത്തിയാക്കേണ്ടത്. ഇതിപ്പോൾ ഒരു കഴുകാത്ത പാത്രത്തിൽ പാലൊഴിക്കുന്നതാണ്. എത്ര ഡെവലപ്പായാലും ആ ഡെവലപ്പ് ആകുന്നില്ല. കഴുകാത്ത പാത്രത്തിൽ പാലൊഴിച്ചാൽ പാലുകൂടി ചീത്തയാകും. അപ്പോൾ ഈ വൃത്തി ശുചിത്വമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിലാണ് എല്ലാം ഇരിക്കുന്നത്.